ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങളുടെ റുവാബിയുടെ കാതുകുത്താണ്. ഐബൂട്ടനെ മോണ്ടിസോറിൽ വിട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവനുണ്ടെങ്കിൽ ഈ ചെറുതിനെ നോക്കാൻ സമ്മതിക്കത്തില്ല, ഉടനെ അവനെ എടുക്കണം. കാതുകുത്താൻ ജ്വല്ലറിയേക്കാളും സേഫ് ആൻഡ് ഹൈജീൻ ഹോസ്പിറ്റലിൽ ENT ഡോക്ടറിനെ കൊണ്ട് കുത്തിക്കുന്നതാണെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ജ്വല്ലറി ഒന്നും അന്വേഷിക്കാൻ നിന്നില്ല, നേരെ തൃശ്ശൂർ കണിമംഗലത്തുള്ള സൈമർ ഹോസ്പിറ്റലിലോട്ട് പോയി. ചെന്നപ്പോൾ തന്നെ അവിടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് മോളുടെ ടെമ്പറേച്ചറും പൾസും ഹെഡ് സർക്കംഫറൻസും ഹൈറ്റും വെയിറ്റും ഒക്കെ ചെക്ക് ചെയ്തു. റുവാബിക്ക് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തതാണ് അവളെ ആരെങ്കിലും മുറുക്കി പിടിക്കുന്നത്. വൈറ്റൽസ് നോക്കുമ്പോൾ അവിടെ കുറച്ച് ഇറിറ്റേഷൻ കാണിച്ചെങ്കിലും നമ്മുടെ സിസ്റ്റർ കുറച്ച് കളിപ്പാട്ടൊക്കെ കാണിച്ച് ആളെ മയപ്പെടുത്തിയെടുത്തു. നമ്പിംഗ് ക്രീം തേക്കുമ്പോൾ അപാര കരച്ചിലായിരുന്നു. കാതുകുത്താൻ സ്പോട്ട് മാർക്ക് ചെയ്യുമ്പോഴും കരച്ചിൽ തന്നെ. പിന്നെ കുത്താൻ കിടക്കുമ്പോൾ കരച്ചിൽ പറയണ്ടല്ലോ. ഇവിടെ ഗണ്ണ് ഉപയോഗിച്ചല്ല, പകരം നീഡിൽ ഉപയോഗിച്ചാണ് കുത്തുന്നത്. കുത്തുന്ന സമയത്ത് അമ്മയെ മാത്രമേ അകത്ത് കയറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയുള്ള ബാബാക്ക് പൊടിക്കൊരു സങ്കടം. കാത് കുത്തുന്നതിന്റെ തൊട്ട് മുമ്പുള്ള സെക്കൻഡ്സ് ശാന്തമായ മുഖം. കാത് കുത്തിക്കഴിഞ്ഞ് കുഞ്ഞ് ഓക്കെ ആണോന്ന് കൺഫേം ചെയ്തിട്ടാണ് ഡോക്ടറുടെ ആന്റിബയോട്ടിക് ക്രീം 7 ദിവസത്തേക്ക് പുരട്ടാൻ കുറിച്ച് തന്നത്. അങ്ങനെ ഞങ്ങളുടെ റുവാബി കാത് കുത്തി ചുന്തിരി പെണ്ണായി. മാഷാല്ലാ. ഡോക്ടർ ഫീയും പ്രൊസീജിയർ ഫീയും മരുന്നിനും എല്ലാം കൂടെ ഞങ്ങൾക്ക് ഏകദേശം 1700 രൂപയാണ് ആയത്. ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് ടെൻഷൻ കുറവായിരുന്നു. നിങ്ങളുടെ കുഞ്ഞിന്റെ കാത് കുത്തൽ എക്സ്പീരിയൻസും ഒന്ന് കമന്റിലൂടെ ഷെയർ ചെയ്യണേ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഗൈസ്.